എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒരു നല്ല സൈഡ് വേസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത്. കൂടുതൽ പേരും ഇതിനെ അനലൈസ് ചെയ്യുക. ഇവിടെ നിന്നും താഴെ വന്നു, തുടർന്ന് മേലെ പോയി, വീണ്ടും താഴെ വന്നു, ഇവിടെ മേലെ പോയി, ഒരു W പാറ്റേൺ രൂപത്തിലാണ് എടുക്കുക. പക്ഷേ ഇവിടെ പോയി തിരിച്ച് റിട്ടേൺ ആണ് വന്നിരിക്കുന്നത്, താഴത്തേക്കാണ് സൂചന തന്നിരിക്കുന്നത്. അതേസമയം ഇവിടെ ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലൈനിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നതായിട്ട് തന്നെയാണ്, ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിറയെ ആളുകൾ ഇവിടെ ബൈ ചെയ്ത് വെച്ചിട്ട് ബൈ ചെയ്യാൻ വെക്കും ഇവിടെ. അതേസമയം ഒരു ദിവസം കൂടെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. കാരണം ഇതിന് നമുക്ക് ഈ ഒരു അർത്ഥത്തിലും എടുത്തുകൂടാ. ഇവിടെ വന്ന് ടോപ്പ് പോയി, താഴെ വന്ന് ടോപ്പ് പോയി, വീണ്ടും ഇവിടുന്ന് റിവേഴ്സ് അടിച്ചിട്ടുണ്ട്. നാളെ എന്തുകൊണ്ട് ഇവിടെ M പാറ്റേൺ ഫോം ആയിക്കൂടാ? അങ്ങനെയും സംഭവിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നാളെ ഇവിടെ നമുക്ക് അർജൻറ്റായിട്ട് മുകളിലേക്ക് എടുത്തു പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് നാളത്തെ ട്രേഡിംഗ് സ്റ്റൈലിൽ നമുക്ക് നോക്കാം. അതേസമയം താഴേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡും എടുക്കാനുള്ള ഒരു സെറ്റപ്പ് നടത്താൻ കഴിയും. അതേപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നിഫ്റ്റി ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തിയിട്ട് അവിടെ നിന്ന് താഴെ വന്ന് ഈ ഗ്യാപ്പിനെ ഫിൽ ചെയ്തു എന്ന് മാത്രമല്ല, പ്രീവിയസ് ഹൈയിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നാളെ ഇവിടെ നിന്നും മുകളിലേക്ക് പോകുന്ന രൂപത്തിൽ ആയതുകൊണ്ട് തന്നെ ട്രേഡർമാരെ മുകളിലേക്ക് ബൈ ചെയ്യാനുള്ള ഒരു തന്ത്രം ഇവിടെ ആസൂത്രണം ചെയ്യുന്നതായിട്ട് വേണം നമുക്ക് കരുതാൻ. അതേസമയം 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ നേരെ ചെറുതായിട്ട് റിവേഴ്സലാണ് തന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നിന്നും നമുക്ക് റിവേഴ്സലായിട്ടാണ് തന്നിരിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡൗൺ ട്രെൻഡിലേക്ക് തന്നെയാണ് സൂചനകൾ നൽകുന്നത്. പക്ഷേ നമുക്ക് നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നു എന്ന് വരുത്തി തീർത്ത് കൂടുതൽ ആളുകളെ അവിടെ ബൈ ചെയ്ത് വെച്ച് പെട്ടെന്ന് തന്നെ താഴേക്ക് വരാൻ, ഇതിനാണ് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടൊക്കെ നടത്തിയിട്ട് കൂടുതൽ ട്രേഡർമാരെ ബൈ ചെയ്യാൻ വയ്ക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പ്രത്യേകമായിട്ട് ഇന്നൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ബിഗിനേഴ്സിനോടാണ്. ഇനിയിപ്പോൾ ഒരുപാട് കാലമായിട്ട് ട്രേഡ് ചെയ്യുന്ന ട്രേഡർമാരാണെങ്കിലും ഇപ്പോഴും കറക്റ്റായിട്ട് പാറ്റേൺ ബേസിലോ അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റിക്ക് ബേസിലോ ടെക്നിക്കൽ അനാലിസിസ് ചെയ്തുകൊണ്ടോ ട്രേഡ് എടുക്കാൻ അറിയാത്ത കുറേ ട്രേഡർമാർ ഇപ്പോഴുണ്ട്. അവരൊക്കെ നമ്മളെപ്പോലുള്ള ട്രേഡർമാരെ ആശ്രയിക്കുന്നു. ഈ പ്രീമിയം ഗ്രൂപ്പുകളായിട്ടും യൂട്യൂബ് ലൈവായിട്ടും മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ടൊക്കെ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് അവർ കൊടുക്കുന്ന സജഷൻ അനുസരിച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ലോസ് സംഭവിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ ഒരാളെ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ലൈവ് നോക്കിയിട്ടാണോ ട്രേഡ് എടുക്കുന്നത്? ആ ലൈവ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം ട്രേഡ് ചെയ്യണം. ഒരു ദിവസം, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ലൈവ് മാത്രമേ നിങ്ങൾ കാണാൻ പാടൂ. അല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും വ്യക്തിയെ ബേസ് ചെയ്തിട്ടാണോ, അദ്ദേഹം തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണോ ട്രേഡ് ചെയ്യുന്നത്? അയാളെ മാത്രം നിങ്ങൾ അനുസരിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങളുടെ മറ്റുള്ളവരെ നിങ്ങൾ പോകാൻ പാടില്ല. അതായത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക്, യൂട്യൂബ് ചാനൽ കുറേ ലൈവ് കാണും, കുറേ ടെലിഗ്രാം ഗ്രൂപ്പ് കാണും. വേറെ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് അതെടുക്ക് പറയും, വേറെ ഏതെങ്കിലും സുഹൃത്തുക്കൾ വിളിച്ച് ഇതെടുക്ക് പറയും. അങ്ങനെ എടുത്ത് ഒരു ഹ്യൂജ് ലോസിലേക്ക് പോകും. അതേസമയം നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരാളുടെ അണ്ടറിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അയാൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ ട്രേഡ് എടുക്കുക. ഒരു 3-4 ട്രേഡ് എടുത്തിട്ട് അന്ന് ലോസ് ആണെങ്കിൽ 10,000-2,000 ലോസ് ആണെങ്കിൽ ലോസ് ആയിക്കോട്ടെ. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ 2,000-3,000 എടുത്ത് മിണ്ടാതെ നമുക്ക് സുഖമായിട്ടിരിക്കാം. അതിന് പകരമായിട്ട് അവിടെ നിന്ന് കുറേ ആളുകൾ പറയുന്നത്, ഇവിടെ നിന്ന് കുറേ ആളുകൾ പറയുന്നത്, ഏതെങ്കിലും ഒരാളെ, അതായത് അയാളുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ അയാളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചോ അയാളെ മാത്രം നിങ്ങൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ട്രേഡ്. അത് ഒരു ദിവസമായാലും ശരി, ഒരാഴ്ചയാണെങ്കിലും ശരി, ഒരു മാസമാണെങ്കിലും ശരി, കൃത്യമായിട്ട് ഒരാളെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇന്നലെ 24,850 മുകളിലാണ് എൻട്രി എടുത്ത് പോകാൻ പറഞ്ഞത്. തീർച്ചയായും നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ താഴേക്കും ഇന്ന്
നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമല്ല, ഇന്ന് മൊത്തത്തിൽ ഈ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ താഴെ വന്ന് ആ 15 മിനിറ്റ് ക്യാൻഡിൽ, ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു റേഞ്ച് ബോണ്ടിനുള്ളിൽ തന്നെയാണ് ഇന്ന് ട്രേഡായത്. ആ ഫസ്റ്റ് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ഹൈ 24,867. 24,863 ഓപ്പൺ ചെയ്തിട്ട് ഈ നിഫ്റ്റി ചെയ്തിരിക്കുന്ന പണി നിങ്ങൾ നോക്കൂ. 24,866 24,810 24,788 ഈ റേഞ്ചിനകത്താണ് ഇന്ന് നിഫ്റ്റി ട്രേഡായിരിക്കുന്നത്. കേവലം 75 പോയിൻറ്റ്. നമുക്ക് ഇന്ന് ട്രേഡ് എങ്ങനെ എടുക്കാൻ പറ്റും? ഞാൻ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഞങ്ങൾക്ക് നല്ല പണി തന്നു. അതേസമയം മിഡ് ക്യാപ് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ഒരു 1-2 സിഗ്നലിൽ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് വഴിയെ പറയാം. അപ്പോൾ ഇന്നലെ പറഞ്ഞ ലെവൽ 24,850 മുകളിലായിരുന്നു. നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, താഴേക്ക് വരികയാണെങ്കിൽ 24,650 താഴെയായിരുന്നു. 24,640 താഴെയായിരുന്നു. നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒരു സിമെട്രിക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നതെങ്കിലും നമുക്ക് നാളെ ഒരു സൂക്ഷിച്ചിട്ട് തന്നെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 51,030 മുകളിലാണ് ബാങ്ക് നിഫ്റ്റി എൻട്രി പറഞ്ഞിരുന്നത്. നമുക്ക് ലഭിച്ചിട്ടില്ല. അതേപോലെ തന്നെ താഴേക്ക് 50,800 താഴെയും ഈ ഒരു റേഞ്ചിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ട്രേഡായത്. കേവലം 150 പോയിൻറ്റിനകത്ത്. അതായത് 1 മിനിറ്റ് 2 മിനിറ്റിലൊക്കെ നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റ്, ഒരു വാളറ്റൈലിറ്റി നമുക്ക് കാണാൻ കഴിയും. 150 പോയിൻ്റൊക്കെ 1 മിനിറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡാവും സൈഡ് വേ. പക്ഷേ ഈ ഒരു റേഞ്ചിനുള്ളിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ട്രേഡായത്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാൻ പറ്റും? അത് ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് തീരെ പറ്റില്ല. അപ്പോൾ 51,030 മുകളിലാണ് ഇന്നലെ എൻട്രി പറഞ്ഞത്. നമുക്ക് ലഭിച്ചിട്ടില്ല. താഴെയും ലഭിച്ചിട്ടില്ല. ഫിൻ നിഫ്റ്റിയിൽ 23,250 മുകളിലാണ് ഒരു എൻട്രി പറഞ്ഞത്. ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ റീടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ടാവുക. 24 പോയിൻറ്റ്. അത് കാര്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് അല്ല. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നുമില്ലെങ്കിൽ 5-10 പോയിൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. ഇനി താഴേക്കാണെങ്കിൽ താഴേക്ക് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടില്ല. മിഡ് ക്യാപ് നിഫ്റ്റിയിൽ 13,000 മുകളിലാണ് മിഡ് ക്യാപ്പിൽ നമ്മളൊരു എൻട്രി പറഞ്ഞത്. ഫസ്റ്റ് 1 അവറിൽ നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഏതായിരുന്നാലും താഴെ വന്നതിന് ശേഷം മുകളിലേക്ക് തന്നെ പോയി ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി ലഭിച്ചിട്ടുണ്ട്. 70 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് നമുക്ക് മിഡ് ക്യാപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മിഡ് ക്യാപ്പിൽ നിന്ന് ഞങ്ങളും നല്ല പ്രോഫിറ്റാണ് എടുത്തത്. ഇന്ന് പരമാവധി ആർക്കും പ്രോഫിറ്റ് ലഭിച്ചിട്ടില്ല. ഇന്ന് സത്യത്തിൽ ലോസ് തന്നെയാണ്. നമുക്ക് നാളെ നോട്ട് ചെയ്തോളൂ. 13,100 മുകളിൽ അപ്സൈഡ് എടുത്ത് പോകാം. 12,970 താഴെ ഡൗൺ സൈഡ് നിങ്ങൾക്ക് നാളെ മിഡ് ക്യാപ്പിൽ എൻട്രി ലഭിക്കുന്നതാണ്. ഓക്കെ, നോട്ട് ചെയ്തോളൂ. 13,100 മുകളിൽ 12,970 താഴെ. ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് 23,280 മുകളിലൊരു ബൈ എൻട്രി പോസിബിളാണ്. 1 അവർ ടൈം ഫ്രെയിമിൽ തന്നെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. താഴേക്കാണെങ്കിൽ 23,160 താഴെ. 23,160 താഴെ കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ 51,080 മുകളിൽ. ഇത്തരം സന്ദർഭങ്ങളിലാണ് 1 അവർ ടൈം ഫ്രെയിമിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. കാരണം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു എം പാറ്റേൺ രൂപപ്പെടുന്ന പോലെയാണ്. അതേസമയം ഡബ്ല്യു പാറ്റേണും ഫോം ആകുന്ന പോലെയുണ്ട്. അതാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡബ്ല്യു പാറ്റേൺ മുകളിലേക്ക് പോകും. മാത്രമല്ല ഈ ട്രെൻഡ് ലൈന് ബ്രേക്കൗട്ടും നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളും ബൈ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുക. ശരിക്കും ഇതൊരു ബ്രേക്കൗട്ട് നടത്തിയിട്ട് താഴെ വരാനാണെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടിയ പോലെ എം പാറ്റേൺ എന്തുകൊണ്ട് രൂപപ്പെടാൻ പറ്റില്ല? ഡബിൾ ടോപ്പ് വെച്ച് താഴേക്ക് വന്നുകൂടാ? അത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നാളെ വെയിറ്റ് ചെയ്തിട്ട്
നമുക്ക് ട്രേഡ് എടുക്കാം. 51,080 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ തന്നെ ക്ലോസ് ചെയ്യണം. അതിനു മുമ്പ് ഒരിക്കലും എടുത്ത് പോകരുത്. താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് 50,740 താഴെ 50,740 താഴെ ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡും 51,080 മുകളിൽ അപ്പ് സൈഡും. ഓക്കെ, നിഫ്റ്റിയിൽ നമുക്ക് 24,870 മുകളിൽ അപ്പ് സൈഡ് എടുത്ത് പോകാം. താഴേക്ക് വരികയാണെങ്കിൽ 24,780 താഴെ ഡൗൺ സൈഡിലേക്കും എടുത്തു വരാം. ഈ 4 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കൃത്യമായി വരച്ച് റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ വരച്ച് കറക്റ്റായ സമയത്ത് എൻട്രി എടുത്ത് പോകാൻ ശ്രമിക്കുക. ലോസ് ആവാതെ ശ്രദ്ധിക്കുക. 1 അവർ ടൈം ഫ്രെയിം ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് മാത്രം നിങ്ങൾ എൻട്രി കൊടുക്കുക. ഒരു റീട്രേസ്മെൻറ്റിനും കൂടെ വെയിറ്റ് ചെയ്യണം. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.